ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്ന ആ ബ്ലാക്ക് ബോക്സ് ഒടുവിൽ തുറക്കപ്പെടുകയാണ്. വമ്പന്മാർ പലരുടെയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവരികയാണ്. ശതകോടീശ്വരനും കുപ്രസിദ്ധ കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീന്റെ നിഗൂഢ ലോകത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തുവരുന്നത്. എപ്സ്റ്റീൻ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇയാൾ കൂട്ടുപിടിച്ച പവർഫുള്ളായ ആളുകളുടെ മുഖംമൂടി ഇപ്പോൾ അഴിഞ്ഞു വീഴുകയാണ്. വെറുമൊരു വെളിപ്പെടുത്തലല്ല, 10 ലക്ഷത്തിലധികം പുതിയ രേഖകൾ കൂടി കണ്ടെത്തിയെന്നാണ് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഫയലുകളിലുള്ളത്? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഇതിൽ ആരൊക്കെ കുടുങ്ങും? ബിൽഗേറ്റ്സും ട്രംപും ക്ലിന്റണും പ്രതിക്കൂട്ടിലാകുമോ? ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കാം. ഡിസംബർ 19 എല്ലാ രേഖകളും പുറത്തുവിടണമെന്നായിരുന്നു നിയമം, അതായത് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട്. എന്നാൽ ആ ഡെഡ് ലൈൻ ലംഘിച്ചുകൊണ്ട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറയുന്നത് അപ്രതീക്ഷിതമായി 10 ലക്ഷത്തിലധികം പുതിയ ഫയലുകൾ കൂടി കണ്ടെത്തിയെന്നാണ്. ഈ രേഖകൾ പ്രോസസ് ചെയ്യുന്നതിന് നീതിന്യായ വകുപ്പിന് ഏതാനും ആഴ്ചകൾ കൂടി വേണ്ടി വന്നേക്കാമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് വരാനിരിക്കുന്ന ആഴ്ചകൾ ലോക രാഷ്ട്രീയത്തിലും ബിസിനസ് ലോകത്തും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പ്. പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ ഏറ്റവും ഭീകരമായത് 3500-ലധികം നഗ്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപുകളിൽ നിന്നും ആഡംബര വസതികളിൽ നിന്നും പിടിച്ചെടുത്തവയാണിവ. ഇതിൽ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് സൂചന. ഫോട്ടോകളും മറ്റും 200-ലധികം അനലിസ്റ്റുകൾ മുഴുവൻ സമയവും അവലോകനം ചെയ്യുകയാണ്. ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ ചിത്രങ്ങളിൽ റിഡക്ഷൻസ് അഥവാ മറയ്ക്കലുകൾ വരുത്തുന്നുണ്ടെങ്കിലും പല VIP-കളുടെയും പേരുകൾ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞു. ഈ ലിസ്റ്റിൽ കേൾക്കുന്ന പേരുകൾ നിസ്സാരമല്ല. ഡിസംബർ 23-നും 24-നുമായി പുറത്തുവിട്ട 30,000-ഓളം പേജുകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. ട്രംപ് എപ്സ്റ്റീന്റെ വിമാനത്തിൽ മുൻപ് കരുതിയതിനേക്കാൾ കൂടുതൽ തവണ യാത്ര ചെയ്തിട്ടുണ്ടെന്ന ഇമെയിൽ വിവരങ്ങൾ പുറത്തുവന്നു. എന്നാൽ ഈ രേഖകളിൽ പലതും അടിസ്ഥാനരഹിതമാണെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ, ഡയാന റോസ് തുടങ്ങിയവരുടെ പേരുകളും ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നു. ഇതിൽ പലരും എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനമായ ലൊലീറ്റ എക്സ്പ്രസിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യ ദ്വീപുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പേരുൾപ്പെട്ടവരൊക്കെ തെറ്റുകാരാണെന്ന് പറയാൻ പറ്റില്ല എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ സംശയം മാറുന്നില്ല. ഈ കേസിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. എപ്സ്റ്റീൻ മരിക്കുന്നതിന് മുൻപ് ജയിലിൽ നിന്ന് എഴുതിയതെന്ന് കരുതപ്പെടുന്ന ചില കത്തുകൾ ഇപ്പോൾ വ്യാജമാണ് എന്ന് FBI സ്ഥിരീകരിച്ചു. അതുപോലെ എപ്സ്റ്റീന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ഒരു വീഡിയോയും വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും മനഃപൂർവ്വം അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണോ എന്ന സംശയം ഇതിലൂടെ ബലപ്പെടുകയാണ്. പലരും ചോദിക്കുന്നുണ്ടാകും, വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഈ ഫയലുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന്. ഈ രേഖകൾ പുറത്തുവിടാൻ വൈകുന്നതിൽ അമേരിക്കൻ കോൺഗ്രസിലെ പല പ്രതിനിധികളും വലിയ അമർഷത്തിലുമാണ്. പവർഫുള്ളായ ആളുകളെ സംരക്ഷിക്കാൻ നീതിന്യായ വകുപ്പ് ശ്രമിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. ഗവൺമെന്റ് ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ സുതാര്യത കുറവുണ്ടെന്ന് പൊതുജനം വിശ്വസിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ രഹസ്യരേഖകൾ പുറത്തുവിടാൻ US കോടതി ഉത്തരവിട്ടത്. ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം പുറത്തുവന്ന ഫയലുകളിൽ എപ്സ്റ്റീന്റെ ഡയറി കുറിപ്പുകൾ, ഫോൺ റെക്കോർഡുകൾ, പണം നൽകിയതിന്റെ രേഖകൾ എന്നിവയുണ്ട്. ഇതിൽ ട്രംപ് കിൻഡ് എന്ന പേരുള്ള ചില വിചിത്രമായ കാര്യങ്ങളും എപ്സ്റ്റീന്റെ വീട്ടിലെ ദൃശ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പ്രമുഖരായ ഈ വ്യക്തികൾക്കെല്ലാം എപ്സ്റ്റീന്റെ സെക്സ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നതാണ് പ്രധാന ചോദ്യം. എന്തായാലും എപ്സ്റ്റീൻ മരിച്ചിട്ടും അയാളുടെ നിഴലും രഹസ്യങ്ങളും ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. ഈ പേരുകൾ വെറും സന്ദർശകരുടേതാണോ അതോ കുറ്റകൃത്യങ്ങളിൽ ഇവർക്കും പങ്കുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. ട്രാൻസ്പെറൻസി വേണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് ഈ രേഖകൾ. എന്തായാലും എപ്സ്റ്റീൻ കേസിലെ രഹസ്യങ്ങൾ പൂർണ്ണമായും പുറത്തുവരാൻ ഇനിയും ആഴ്ചകളെടുക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തെ ഞെട്ടിച്ച ഈ ലൈംഗിക പീഡന പരമ്പരയിൽ ഭാഗമായ ഒരാളും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ഫയലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അടുത്ത പേര് ആരുടേതായിരിക്കും? അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.